മിനിസ്റ്റർ, ഇന്ന് ഏറെ സന്തോഷമുള്ളൊരു കാര്യം റിപ്പോർട്ടർ ടിവിയും നമ്മളടക്കം ആദ്യം ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഈ പുനരധിവാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് അടിയന്തരമായിട്ടൊരു ധനസഹായം അനുവദിക്കണം. നമ്മൾ 5000 രൂപയാണ് പറഞ്ഞത്, പക്ഷേ സർക്കാർ 10000 രൂപ തന്നെ അനുവദിച്ചു എന്നതിൽ വലിയ സന്തോഷമുള്ളൊരു കാര്യം. അതിലുമപ്പുറം ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് ഒരു കുടുംബത്തിൽ നിന്ന് 2 യോഗ്യരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് 300 രൂപ വീതവും, ആശുപത്രിയിൽ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ മൂന്നാമതൊരാൾക്കും 300 രൂപ വീതവും ഒരു മാസത്തേക്ക് കൊടുക്കാനുള്ള തീരുമാനമുണ്ടായി. ഈ 2 തീരുമാനവും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. റിപ്പോർട്ടർ ടി വി ഇത് നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രേക്ഷകരോടും പറയാനുള്ളത്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഒരാളും നമ്മളോട് ഇന്നേ വരെ, എനിക്കൊന്ന് ഗവൺമെൻറ്റിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടില്ല, നമ്മളോട് ഇത് പുറത്തു നിന്ന ആളുകളാണ് പറയുന്നത്, അവരുടെ കയ്യിലൊന്നും പൈസയില്ല, സർക്കാരിനോടൊന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് നമ്മൾ സർക്കാരിൻ്റെ ശ്രദ്ധയിലും അത് പെടുത്തിയത്. അതിൽ അഭിനന്ദനങ്ങൾ. വളരെ വേഗം തന്നെ തീരുമാനമെടുത്തു. 11-ാം ദിവസം തന്നെ നമുക്ക് മറ്റന്നാളോട് കൂടി പണം അവരുടെ കൈകളിലേക്ക് എത്തും. അത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല മിനിസ്റ്റർ. ഡോക്ടർ അരുണിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല, നമ്മൾ തമ്മിൽ ഇത് ചർച്ച ചെയ്തിരുന്നു. ചാനൽ ചർച്ചയിലും ചർച്ച ചെയ്തു. അരുൺ ഇതിനെക്കുറിച്ച് ശ്രദ്ധപ്പെടുത്തി, അല്ലാതെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും ഈ അഭിപ്രായം വന്നിരുന്നു. ഞങ്ങളത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ തന്നെ തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഒരു ആശ്വാസം എന്നുള്ളതിൽ ചെയ്യാൻ സാധ്യമാകുന്ന, ഒരു സർക്കാരിന് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാര്യമെന്നുള്ള നിലയിൽ തന്നെയാണ് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ക്യാമ്പിൽ കഴിയുന്നവർ, ദുരിതബാധിതരായിട്ടുള്ള ആളുകൾ, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പലരും വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലാണ്. അപ്പോൾ അവർക്കൊപ്പം നമ്മളെല്ലാവരും ഉണ്ട്, എല്ലാവരും അവർക്കൊപ്പമുണ്ട് എന്നുള്ള ഒരു ധൈര്യം പകരാനാവുമ്പോൾ തന്നെ വലിയ നിലയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ ടെമ്പററി റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ള സർക്കാർ ക്വാർട്ടേഴ്സുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, വീടുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ കൂടിയ മീറ്റിങ്ങിൽ ജില്ലാ കലക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് വേണ്ട ഫർണിച്ചർ, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ ലഭ്യമാക്കണം, അത് ലഭ്യമാക്കുക. ആരൊക്കെയാണ് അവിടെ താമസിപ്പിക്കേണ്ടത്? ഇപ്പോൾ അവിടെ ക്യാമ്പിലുള്ള മുഴുവൻ ആളുകളെയും ഒറ്റയടിക്ക് നമുക്ക് താമസിപ്പിക്കാനാകില്ല. എന്നാൽ ആരെയൊക്കെ സെലക്ട് ചെയ്യണം, അതിൽ കൃത്യമായ പ്രോസസ്സ് പാലിച്ചുകൊണ്ട് പോകാൻ കലക്ടർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ സാധ്യമാകുന്നവരെ മെല്ലെ 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 മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്നൊരു നില സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും അവർക്ക് വലിയ നിലയിൽ ആശ്വാസമായി മാറും. അപ്പോൾ താൽക്കാലിക പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നത്തെ സമയബന്ധിതമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.